ആ സൂര്യോദയം കുരുക്ഷേത്രത്തിൽ നിശബ്ദമല്ലായിരുന്നു. 7-ാം ദിവസത്തെ പോരാട്ടത്തിന്റെ ആ വീര്യം ഇപ്പോഴും ഇരുപക്ഷക്കാർക്കും ചോർന്നു പോയിട്ടില്ല. കാരണം സൂര്യൻ ഉദിച്ച സമയത്ത് തന്നെ കൗരവ പാണ്ഡവ പക്ഷത്തിലുള്ള സൈനികരെല്ലാവരും യുദ്ധഭൂമിയിൽ അവരവരുടെ നിശ്ചിത സ്ഥാനത്ത് സജ്ജമായി നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ നോക്കി നിൽക്കവേ അധികം താമസിയാതെ തന്നെ എന്തോ ഉറപ്പിച്ചതുപോലെ ഭീഷ്മപിതാമഹൻ ഒരു വ്യൂഹം ചമയ്ക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഇതുവരെ അരങ്ങേറിയതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടുള്ള പോരാട്ടങ്ങൾ കുരുക്ഷേത്ര ഭൂമി കാണാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും 8-ാം ദിവസം. അമാനുഷികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ചില പോരാട്ടങ്ങൾ അരങ്ങേറുന്ന ദിവസം. എന്തെല്ലാമാണ് 8-ാം ദിവസം കുരുക്ഷേത്ര ഭൂമിയിൽ അരങ്ങേറിയത്? നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിന്റെ 11-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീഷ്മപിതാമഹൻ ഒരു വ്യൂഹം ചമയ്ക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു മഹാവ്യൂഹമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഈ വ്യൂഹത്തിൻ്റെ ഒരു പേര് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ആ സമയത്ത് അദ്ദേഹം ഇംപ്രവൈസ് ചെയ്ത ഒരു വ്യൂഹമായിരിക്കാം. ഈ വ്യൂഹമെന്ന് പറയുമ്പോഴത്തേക്കും ആകാശമാർഗം നോക്കുമ്പോൾ ഈ ഒരു കൗരവ സൈന്യമുണ്ടല്ലോ, അതൊരു കടൽ കണക്ക് തോന്നും. ഈ കുതിരപ്പടയാളികളും രഥങ്ങളും കടലിലെ തിരമാല പോലെ. അങ്ങനെ തിരമാലകൾ അലതള്ളിക്കൊണ്ട് പാണ്ഡവ സൈന്യത്തിനെ മുച്ചൂട് മുടിക്കുവാനായി കൗരവ സൈന്യത്തിൻ്റെ വ്യൂഹം സജ്ജമായി നിൽക്കുന്നത് ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ കാണുന്നു. യുധിഷ്ഠിരൻ ഉടനെ തന്നെ അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചിട്ട് സമയം കളയാതെ തൻ്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെ അടുത്ത് വിളിച്ചിട്ട് ഉത്തരവ് കൊടുത്തു. ഉടനെ തന്നെ ആ ഒരു വ്യൂഹത്തിനെ പ്രതിരോധിക്കുവാനായി ശക്തമായ ഒരു വ്യൂഹം നിർമ്മിച്ചാലും. അങ്ങനെ ദൃഷ്ടദ്യുമ്നൻ അതിഭയാനകവും അതുപോലെ തന്നെ അക്രമാസക്തവുമായിട്ടുള്ള ഒരു വ്യൂഹം അന്നവിടെ രചിച്ചു. ശൃംഗതക വ്യൂഹം എന്നാണ് ഈ ഒരു വ്യൂഹത്തിൻ്റെ പേര്. ഈ ഒരു വ്യൂഹം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാളയുടെ കൊമ്പ് പോലെയാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈ വ്യൂഹത്തിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും ത്രിശൂലം പോലെ തോന്നും. ഈ സമയത്ത് കൗരവ പക്ഷത്തിൽ ആ ഒരു മഹാവ്യൂഹത്തിൽ ദ്രോണാചാര്യർ, ബൃഹദ്ബലൻ, ഭഗദത്തൻ, അശ്വത്ഥാമാവ്, കൃപാചാര്യർ, അങ്ങനെ മുൻനിര യോദ്ധാക്കളെല്ലാം സജ്ജമായി നിൽക്കുകയാണ്. അവർ നോക്കി നിൽക്കവേ ദൃഷ്ടദ്യുമ്നൻ ശൃംഗതക വ്യൂഹമെന്ന ഈ ഒരു വ്യൂഹം ചമയ്ക്കുന്നു. ഈ വ്യൂഹത്തിന് മെയിനായിട്ട് 2 കൊമ്പുകളാണുള്ളത്. അതിലെ ഒരു ഭാഗത്തെ കൊമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മൃഗോദരൻ ഭീമസേനനാണ്. മറ്റൊരു ഭാഗത്തെ കൊമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാരഥി സാത്യകിയാണ്. നടുക്ക് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്, അതായത് ഈ ഒരു ത്രിശൂലം പോലെ നോക്കുകയാണെങ്കിൽ നടുക്ക് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മഹാരഥി അർജുനനാണ്. ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനാകട്ടെ തൻ്റെ സഹോദരന്മാരായ നകുല സഹദേവന്മാരുടെ കൂടെ ഈ വ്യൂഹത്തിൻ്റെ നടുക്ക് ഭാഗത്തുണ്ട്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി വലിയ സൈന്യവും നിൽപ്പുണ്ട്. രാജാവല്ലേ, സംരക്ഷിക്കണ്ടേ. ഇതുപോലെ തന്നെ ദുര്യോധനനെ സംരക്ഷിക്കാൻ അവിടെ ദുര്യോധനൻ്റെ സഹോദരന്മാരും അവരുടെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യമുണ്ട് കേട്ടോ. വിരാടനും അഭിമന്യുവും ഘടോത്കചനും ഉപപാണ്ഡവന്മാരും ഈ ഒരു വ്യൂഹത്തിൻ്റെ പിറക്കേ ഭാഗത്തായിട്ട് പോരാട്ടത്തിന് സജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പെരുമ്പറ മുഴങ്ങുന്നു, ശംഖുനാദം മുഴങ്ങുന്നു. യുദ്ധഭൂമിയെ കുലുക്കുന്നത് പോലെ, പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ ഇരുപക്ഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. പോരാട്ടം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഭയാനകമായിട്ടുള്ള നിലവിളി തുടങ്ങി. കാരണം ആരും അമാന്തിച്ച് നിന്നില്ല. പാണ്ഡവപക്ഷം നോക്കി നിൽക്കവേ കൗരവപക്ഷത്തിലെ സൈനികർ അവർക്ക് നേരെ ഇങ്ങനെ ഇരച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈന്യത്തിൻ്റെ പടത്തലയ്ക്കലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു രഥം. ആ രഥത്തിൽ വെള്ള നിറത്തിലുള്ള സൂര്യൻ തന്നെ നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലെ തേജസ്സുള്ള സാക്ഷാൽ മഹാരഥി മഹാമയൻ ഭീഷ്മപിതാമഹൻ. ഭീഷ്മരുടെ കയ്യിൽ എന്തിനും സജ്ജമായിട്ട് തൻ്റെ വില്ല് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശ്വേതവസ്ത്രമണിഞ്ഞ് ശ്വേത നിറത്തിലുള്ള കുതിരയെ പൂട്ടിയിട്ടുള്ള ആ ലക്ഷണമൊത്ത അതിശക്തമായിട്ടുള്ള രഥം ഭീഷ്മരുടെ ഞാണൊലി ശബ്ദത്തോടുകൂടി പാണ്ഡവപക്ഷത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇടിച്ചങ്ങ് കയറി. ഭീഷ്മർ ഇടിച്ചു കയറിയപ്പോഴത്തേക്കും അവിടെയുള്ള ആളുകളെല്ലാം തെറിച്ചു പോവുകയായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കവേ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ഇടം കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലം കൈ അതിവേഗത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വില്ലിൽ നിന്ന് തുരുതുര അസ്ത്രങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യനാണോ അതോ വേറെന്തെങ്കിലും രൂപമെടുത്തു വന്ന് നിൽക്കുന്നതാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി. ഭീഷ്മർ തൊടുക്കുന്നതൊരു അസ്ത്രമാണെങ്കിൽ അത് 10, 20, 30 ഒക്കെ ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ സോമകന്മാരെയും സൃഞ്ജയന്മാരെയും പാഞ്ചാലരെയും ഭീഷ്മർ മുച്ചൂട് മുടിക്കാൻ തുടങ്ങി. പാണ്ഡവർ ഇന്ന് നോക്കി നിൽക്കവേ ഭീഷ്മർ ഒരു സൂര്യനെ പോലെ തോന്നി. എങ്ങനെയെന്ന് വെച്ചാൽ യുദ്ധഭൂമിയുടെ നടുക്ക് സൂര്യൻ എന്നുള്ള അവസ്ഥ എന്താണ്? ചുറ്റിനുമുള്ള ആളുകളെല്ലാം ചുട്ടുകരിഞ്ഞു പോവും അല്ലേ? സൂര്യരശ്മികളെന്ന് പറയുന്നത് ഭീഷ്മരുടെ ധനുസിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങളായിരുന്നു. ആ അസ്ത്രങ്ങളുടെ പ്രഭാവത്തിൽ പാണ്ഡവ സൈന്യം മുച്ചൂട് മുടിഞ്ഞു തുടങ്ങി. ഈ സമയത്ത് സൃഞ്ജയരും പാഞ്ചാലരും അവർക്കേറെക്കുറെ മനസ്സിലായി ഇനി ഭയന്നിരുന്നിട്ട് കാര്യമില്ല. ഭീഷ്മരുടെ കൈകൊണ്ട് ഒന്നിയിലേൽ അവർ തീരും, അല്ലെങ്കിൽ അവർ ജീവിക്കും. 2-1 നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഭയം എന്നൊരു സാധനം അവരും ഉപേക്ഷിച്ചു.
വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിൽ ഇവർ ഭീഷ്മരെ ആക്രമിക്കാൻ തുടങ്ങി. കാരണം ഏറെക്കുറെ ഉറപ്പായി ഭീഷ്മർ എല്ലാ എണ്ണത്തിനെയും തീർക്കുമെന്നു. അപ്പോൾ പിന്നെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇവരൊരുമിച്ച് ഭീഷ്മരെ ആക്രമിക്കാൻ ഒരുങ്ങി. എന്നാൽ ക്ഷണനേരം കൊണ്ട് ഭീഷ്മരുടെ അസ്ത്രങ്ങൾ കൊണ്ട് ആ യുദ്ധഭൂമിയിൽ ശൃഞ്ജയരുടെയും പാഞ്ചാലരുടെയും ശരീരങ്ങൾ കൊണ്ട് ഒരു ഒരു പ്രതലം അങ്ങോട്ട് രൂപീകരിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ ഓരോ മലകളുണ്ട്. അത് പാണ്ഡവപക്ഷത്തിലെ ഗജങ്ങളെ ഭീഷ്മർ അമ്പ് ചെയ്ത് വീഴ്ത്തിയതാണ്. ആ ആനകൾ ഭീഷ്മരുടെ അമ്പ് ചെയ്ത് ചരിഞ്ഞ് വീണ് അവിടെ മലകൾ പോലെ തോന്നി. അങ്ങനെ പാണ്ഡവപക്ഷത്തിലെ സൈന്യം ഭീഷ്മരുടെ ഈ ഒരു പരാക്രമം കണ്ട് ഭയം നോടുകയാണ്. എന്നാൽ ഒരു രഥം ഭീഷ്മരുടെ മുന്നിൽ അവിടെ ഇങ്ങനെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രഥം എന്താണെന്ന് ഭീഷ്മർ നോക്കിയപ്പോഴത്തേക്കും സൂര്യൻ്റെ വെളിച്ചത്തിൽ ആ രഥത്തിൽ ഒരു കല്ല്, നീല നിറത്തിലുള്ളൊരു കല്ല് ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഭീഷ്മർ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്കും അത് വെള്ളി നിറമുള്ള സിംഹമായിരുന്നു ആ ഒരു രഥത്തിൻ്റെ കൊടിയടയാളം. ഭീഷ്മർക്ക് മനസ്സിലായി ആ വരുന്നത് മറ്റാരുമല്ല ഭൃഗോദരൻ ഭീമസേനനായിരുന്നു എന്ന്. അതെ, ഭീമസേനൻ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടി പാണ്ഡവപക്ഷത്തിലുള്ളത്. അതായത് സൈനികരും മറ്റ് രാജാക്കന്മാരും എല്ലാം ഭയന്നോടി. ഭീഷ്മർ നോക്കി നിൽക്കവേ ഭീമൻ തൻ്റെ വലിയ ഗദ തോളുന്നെടുത്ത് രഥത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് അതിഭയാനകവും ശക്തവുമായിട്ടുള്ള ഒരു വില്ലങ്ങെടുത്തു. ആ വില്ല് കണ്ടാൽ തന്നെ അറിയാം അത് ഭീമൻ്റെ ഭുജങ്ങളെ താങ്ങാൻ വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ചെടുത്ത വില കൂടിയ വില്ല് തന്നെയാണെന്ന്. കാരണം അത്രത്തോളം വലിപ്പമുണ്ട്. ആ വില്ലിൽ നിന്ന് ക്ഷണനേരം പോലും നോക്കാതെ ഭീമൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പിതാമഹനാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും നോക്കാതെ തൻ്റെ ദൗത്യം പോരാടുക എന്നുള്ളത് താനൊരു യോദ്ധാവാണെന്നൊരൊറ്റ ചിന്തയിൽ ഭീഷ്മർക്ക് നേരെ അസ്ത്രങ്ങൾ ജതിക്കും. അങ്ങനെ ഭീഷ്മർക്കും ഭീമനുമിടയിൽ ഭയാനകമായൊരു പോരാട്ടം ഇറങ്ങി. ഭീഷ്മരെ ഒരാൾ ഇങ്ങനെ വന്ന് ആക്രമിക്കുന്ന കണ്ടപ്പോഴത്തേക്കും കൗരവപക്ഷത്തിലെ സൈനികർ പെട്ടെന്ന് ഭീഷ്മരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങി. കാരണം സർവ്വസൈന്യാധിപനാണ്, സർവ്വസൈന്യാധിപൻ വീണൂടാ. സർവ്വസൈന്യാധിപനും രാജാവും ഒരിക്കലും വീണൂടാ ഈ ഒരു യുദ്ധത്തിൽ. എന്നാൽ ഭീമൻ്റെ ഈ ഒരു കടന്നു കയറിയുള്ള പ്രകടനം കണ്ടപ്പോഴത്തേക്കും പാണ്ഡവപക്ഷത്തിലുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോർവീര്യത്തിൽ സിംഹത്തെപ്പോലെ ഗർജിക്കാൻ തുടങ്ങി. അങ്ങനെ ദുര്യോധനനും തൻ്റെ സഹോദരങ്ങളും കൂടെ ചേർന്ന് പിതാമഹൻ്റെ 2 ഭാഗവും വളഞ്ഞു. എന്തിനാ? സർവ്വസൈന്യാധിപനെ സംരക്ഷിക്കുവാനായിട്ട്. എന്നാൽ കൗരവ രാജകുമാരന്മാരെ തൻ്റെ മുന്നിൽ കണ്ടപ്പോഴത്തേക്കും ഒരു ചെന്നായയുടെ മുന്നിൽ ആടുകളെ കണ്ടതുപോലെ, സിംഹത്തിൻ്റെ മുന്നിൽ മാനുകളെ കണ്ടതുപോലെ ഭീമനൊരു വല്ലാത്തൊരു പോർവെറി അങ്ങ് ഇട്ട് കയറി. ഭീഷ്മരുമായിട്ട് അസ്ത്രപ്രഹരം നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് അതിവിദഗ്ധമായി ഭീഷ്മരുടെ സാരഥിയെ അസ്ത്രങ്ങളെയ്ത് ഭീമൻ വധിച്ചു. സാരഥിയില്ലാത്ത ആ രഥം നിയന്ത്രണമില്ലാത്തതുപോലെ ഭീഷ്മരെയും കൊണ്ട് ആ കുതിരകൾ എങ്ങോട്ടും ആ രഥവും കൊണ്ടുപോയി. ആരും നിയന്ത്രിക്കാനില്ല. കാരണം എന്താണ്? സാരഥി പോയല്ലോ. എന്നിട്ട് കൗരവർ ഭീമനുമായി പോരാടാൻ തയ്യാറായ അടുത്ത നിമിഷം ഭീമൻ എങ്ങോട്ടേക്കോ ശുരപ്രം എന്ന് പറയുന്ന മൂർച്ച കൂടി അസ്ത്രം അയച്ചു. ആ അസ്ത്രം പോയ ഭാഗത്തേക്ക് ഇവർ ഭയന്ന് കൗരവർ തിരിഞ്ഞു നോക്കിയപ്പോൾ സുനാഭൻ എന്ന കൗരവ രാജകുമാരൻ്റെ ശിരസ് വിച്ഛേദിക്കപ്പെട്ട് ആ ശരീരം അവിടെ വീഴുന്നതാണ് കണ്ടത്. ഭീമൻ അടുത്ത കൗരവ രാജകുമാരനെ വധിച്ചു. ഇപ്രാവശ്യം ഗീർവാണങ്ങൾ മുഴക്കിയില്ല, ഞാൻ വധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ പോർവേയിൽ ഭീമൻ ഒരൊറ്റ അസ്ത്രം അയച്ചു. ആ അസ്ത്രം സുനാഭൻ്റെ തല തെറിപ്പിക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയ ഉടനെ സുനാഭൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരൻ്റെ തല തെറിപ്പിച്ചു. തീർന്നിട്ടില്ല. തങ്ങളുടെ സഹോദരൻ വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ കൗരവ രാജകുമാരന്മാർ 7 പേര് ഭീമനെ വളഞ്ഞു. ഭീമനെ ആക്രമിക്കാനൊരുങ്ങി. ആ 7 സഹോദരന്മാരുടെ പേരെന്ന് പറയുമ്പോൾ ആദിത്യകേതു, ഭാവാശി, കുന്തധരൻ, മഹോദരൻ, അപരാജിതൻ, പണ്ഡിതകൻ, വിശാലാക്ഷൻ. ഇവർ ഭീമനെ വളഞ്ഞു. ഭീമനെ വളഞ്ഞിട്ട് തുരുതുര അസ്ത്രങ്ങൾ ചെയ്തു. 1ഉം 2ഉം അല്ല, ഒരാൾ 7 അസ്ത്രം, ഒരാൾ 90 അസ്ത്രം, ഒരാൾ 60 അസ്ത്രം, അങ്ങനെ ഒരുപാട് അസ്ത്രങ്ങൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഭീമന് നേരെ അയച്ചു. അങ്ങനെ ഈ അസ്ത്രങ്ങളിൽ ഒരുപാട് ഭീമസേനൻ്റെ ദേഹത്തേക്ക് തുളച്ച് കയറിയെന്ന് തന്നെയാണ് പറയുന്നത്. ചട്ടയിൽ കുറേ എണ്ണം തറച്ചിരുന്നു, രഥത്തിൽ കുറേ എണ്ണം തറച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ഭീമനെ ആക്രമിച്ചപ്പോൾ ഭീമനെ സഹിച്ചില്ല. ഭീമൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ക്രോധം അതിൻ്റെ പരമോന്നത അവസ്ഥയിലേക്കൊക്കെ അങ്ങ് പോയി. ഭീമൻ പെട്ടെന്ന് ഈ ദേഹത്ത് തോന്നുന്ന തറച്ച അസ്ത്രങ്ങളെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ ഇരുന്ന തൻ്റെ ശക്തമായ വില്ല് വീണ്ടും എടുത്തു. എന്നിട്ട് വളരെ മൂർച്ചയേറിയ ഒരു അസ്ത്രം തൻ്റെ വില്ലിലേക്ക് എടുത്തു വെച്ച് അതിസുന്ദരമായ മുഖമുള്ള അപരാജിതൻ എന്ന കൗരവ രാജകുമാരൻ്റെ ശിരസ് ഭീമൻ ഛേദിച്ചു. 7 പേരിൽ ഒരാൾ വീണ്ടും വീണു. ഇവർ വീണ്ടും ഭീമന് നേരെ വില്ലുയർത്തിയപ്പോൾ അടുത്ത അസ്ത്രം ഭീമൻ്റെ വില്ലിൽ നിന്ന് വരുന്നത് മാത്രമാണ് അവർ കണ്ടത്. കുന്തധരൻ എന്ന കൗരവ രാജകുമാരൻ്റെ ശിരസ് ഛേദിച്ചു.
ഉടനെ തന്നെ ഭീമൻ അധിക സംസാരമൊന്നുമില്ല, അടുത്ത അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് പണ്ഡിതകന് നേരെ അയച്ചു. പണ്ഡിതകൻ്റെ ദേഹവും തുളച്ച് ആ അസ്ത്രം ഭൂമിയും പിളർന്നകത്തോട്ട് പോയി. അപ്പോൾ അത്രയും മൂക്കോടുകൂടിയാണ് വന്നത്. നിശ്ചലമായി പണ്ഡിതകൻ എന്ന കൗരവ രാജകുമാരൻ വീഴുന്നത് മറ്റ് 4 പേർ നോക്കിക്കണ്ടു. ഉടനെ തന്നെ ഭീമൻ തൻ്റെ വില്ല് അടുത്ത കൗരവ രാജകുമാരന് നേരെ തിരിച്ചു. അവർക്ക് പ്രതികരിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് തന്നെ 3 അസ്ത്രങ്ങൾ കൊണ്ട് വിശാലാക്ഷൻ്റെ ശിരസ് ഛേദിച്ചു. ഈ സമയങ്ങളിലെല്ലാം വനവാസക്കാലത്ത് ഭീമൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും ഭീമൻ്റെ സഹോദരന്മാർ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളുമെല്ലാം ഭീമൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. ഉടനെ ഒരു കട്ടി കൂടിയ ഇരുമ്പ് അസ്ത്രം എടുത്തിട്ട് മഹോദരൻ എന്ന കൗരവ രാജകുമാരൻ്റെ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ആ അസ്ത്രം എയ്തു കയറ്റി. പിന്നീട് ആദിത്യകേതുവിൻ്റെ കൊടിയും മുറിച്ചു കളഞ്ഞു. അസ്ത്രം അയച്ചുകൊണ്ട് ആദിത്യകേതുവിൻ്റെ ശിരസും ഛേദിച്ചു. പിന്നെ ഇനി അവശേഷിക്കുന്നത് ബാബാഷി എന്ന് പറയുന്ന കൗരവ രാജകുമാരനും. ആ കൗരവ രാജകുമാരനെയും ഭീമൻ 1 അസ്ത്രങ്ങൾ അയച്ച് ശിരസ് ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം തുടക്കത്തിൽ തന്നെ വീണ്ടും 8 കൗരവ രാജകുമാരന്മാർ വീണിരിക്കുന്നു. 8 16 കൗരവ രാജകുമാരന്മാർ ഇപ്പോൾ വീണിരിക്കുന്നു. ബാക്കി 84 പേര്. ഭീമൻ 14 കൗരവ രാജകുമാരന്മാരെ വീഴ്ത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഈ ദിവസത്തിൽ ഇതിനെക്കാട്ടിയും ഭയാനകമായിട്ടുള്ള പ്രകടനങ്ങൾ പല യോദ്ധാക്കളിൽ നിന്നും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ തങ്ങളുടെ സഹോദരന്മാർ 8 സഹോദരന്മാർ ഭീമനെ ഒരുമിച്ച് ആക്രമിക്കാൻ പോയവരെ ഭീമൻ ഗദായുദ്ധത്തിൽ പ്രാവീണ്യമുള്ളവനെന്ന് പ്രശസ്തനായ ഭീമൻ അതേപോലെ തന്നെ വില്ലിൽ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് തങ്ങളുടെ 8 സഹോദരന്മാരെ വധിച്ചത് കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള കൗരവ രാജകുമാരന്മാർ ഭയന്ന് അവിടെ നിന്ന് ഓടി. തൻ്റെ 8 സഹോദരന്മാർ അവിടെ വധിക്കപ്പെട്ടത് കണ്ടപ്പോഴത്തേക്കും ദുര്യോധനൻ അത് സഹിക്കാവുന്നതിൻ്റെയും അപ്പുറമായി. ദുര്യോധനൻ്റെ നെഞ്ച് ആ സമയത്തൊന്ന് പിടഞ്ഞു. ദുര്യോധനനുടനെ അവിടെ ഉണ്ടായിരുന്ന അത്ര രാജാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന ഭീമനെ കണ്ടോ, അവനെ ഇന്ന് വെറുതെ വിടരുത്, എല്ലാവരും ഒരുമിച്ച് അവനെ ആക്രമിച്ചാലും എന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാക്കിയുള്ള കൗരവ രാജകുമാരന്മാർ തങ്ങളുടെ ചേട്ടൻ്റെ ഉത്തരവ് കേട്ടിട്ട് അവരും കൂടെ ഭീമനെ ആക്രമിക്കാനായി ഒരുങ്ങി. എന്നാൽ ഈ സമയത്ത് അവരുടെ മനസ്സിൽ അന്ന് ചൂതുസഭയിൽ വെച്ച് വിതുരര് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാജാക്കന്മാരെ, രാജകുമാരന്മാരെ, വൃഗോദരൻ ഭീമസേനൻ്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ചാലും ചൂതുസഭയിൽ ഈ പരിപാടി ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നും പറഞ്ഞ് വിതുരർ അന്നവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് വിതുരർ സംസാരിച്ചിട്ടുണ്ട്. അന്ന് കൗരവ ആ സദസ്സിൽ ചൂതുസഭയിൽ വികർണനും വിതുരരുമാണ് ഒരുപാട് സംസാരിച്ചത്. ഏറ്റവും കൂടുതൽ സംസാരിച്ചത് വിതുരരാണ്. വിതുരർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൗരവ രാജകുമാരന്മാരുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി. അതെല്ലാം കേട്ടിട്ട് അവർ പതുക്കെ തല താഴ്ത്തി പൊങ്ങി നോക്കിയപ്പോഴത്തേക്കും മരണം രൂപമെടുത്തതുപോലെ ഭീമൻ നിൽക്കുന്നതാണ് അവർ കണ്ടത്. കാരണം ഇവരാരും പ്രതീക്ഷിച്ചില്ല വനവാസം കഴിഞ്ഞ് പാണ്ഡവർ വരുമെന്നും സർവോപരി ഭീമൻ പറഞ്ഞതുപോലെ എല്ലാ എണ്ണത്തിനും തീർക്കുമെന്ന് ഇവരാരും വിചാരിച്ചില്ല. അതുതന്നെയാണ് കാര്യം. അങ്ങനെ ഇവരുടെ നെഞ്ചൊന്ന് പെടഞ്ഞ് ഇവർ നിൽക്കുകയാണ്. ഭീമന പോർവറിയിൽ അവിടെ ഇങ്ങനെ ഒരു വികാരമാറ്റവും ഇല്ലാതെ ക്രൗര്യം മാത്രം മുഖത്ത് നിറഞ്ഞ് ഭീമൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഭീമനെ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ഭീമൻ അവിടെ നിന്നുകൊണ്ട് ഭീമൻ്റെ സംഹാരതാണ്ഡവം അങ്ങ് തുടങ്ങുകയാണ്. അവിടെ എല്ലാവരെയും ഭീമൻ തിരിച്ച് ആക്രമിക്കുന്നു. ഈ സമയത്ത് ദുര്യോധനൻ പെട്ടെന്ന് തൻ്റെ അപ്പൂപ്പനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പിതാമഹ, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ഭീമൻ വീണ്ടും എൻ്റെ 8 സഹോദരന്മാരെ കൂടെ വധിച്ചു. അവൻ്റെ കൈകൊണ്ട് എൻ്റെ പടയാളികളെല്ലാം വീഴുകയാണ്. അങ്ങ് ഇപ്പോഴും ഒരുമാതിരി ആർക്കും വേണ്ടാതെ പോരാടുന്നതിനെ കൊണ്ടല്ലോ, എന്തുവായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ഭീഷ്മരുടെ കണ്ണിന്ന് കണ്ണീര് വന്നുപോയി. അത്രയും കാലവും കുരുവംശത്തിൻ്റെ പ്രതാപം തൻ്റെ തോളിക്കൊണ്ടു നടന്ന ആ മനുഷ്യൻ എല്ലാവരും ഭീഷ്മരെന്ന് കേൾക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ മാറി നിൽക്കുമായിരുന്നു. ആ ഭീഷ്മരെ തൻ്റെ പേരക്കുട്ടി വന്ന് പോരാട്ടത്തിൽ ന്യൂട്രലായി നിൽക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടത് ഭീഷ്മർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായി. ഭീഷ്മരുടെ കണ്ണ് നിറഞ്ഞു. പാവമല്ലേ, എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ഭീഷ്മരുടെ കാര്യത്തിൽ. അങ്ങനെ ഭീഷ്മർ കണ്ണ് നിറഞ്ഞിട്ട് ആ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ട് ഒരു കൈ കൊണ്ട് ആ കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ മാത്രമല്ല, നിൻ്റെ ഗുരുനാഥനായ ദ്രോണാചാര്യർ പറഞ്ഞിട്ടുണ്ട്, വിതുരൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മയായ ഗാന്ധാരി പോലും നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അപ്പോഴൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ നീ ഇതെൻ്റെ അടുത്തൊന്ന് പറയുന്നില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ഭീഷ്മരുടെ ജീവൻ രക്ഷിക്കാതെ ആയിരിക്കും യുദ്ധത്തിൽ പോരാടുന്നതെന്ന്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമയാണ് ഇപ്പോൾ വേണ്ടത്, അല്ലാതെ പെട്ടെന്ന് കയറി അങ്ങ് ചെയ്തു കളയാന്നുള്ളതല്ല വേണ്ടത്. ക്ഷമ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഭീമൻ്റെ കണ്ണിൽ ഏതെല്ലാം ധൃതരാഷ്ട്രപുത്രന്മാർ പെടുന്നുവോ അവരെ എല്ലാവരെയും ഭീമൻ സിംഹം എര പിടിക്കുന്നത് പോലെ വീഴ്ത്തിയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പോരാടും.
നിനക്കും വേണ്ടത് ക്ഷമയാണ്. പോരാട്ടത്തിൽ നിന്ന് വെപ്രാളം കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ആയുധമെടുത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തോളുക. സ്വർഗം ലക്ഷ്യമാക്കി വെച്ച് ചെയ്തോളുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ദേവേന്ദ്രൻ ഇറങ്ങി വന്നാൽ പോലും പാണ്ഡവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സർവ്വശക്തിയുമെടുത്ത് സർവ്വ കഴിവുമെടുത്ത് ക്ഷമയോടുകൂടി പോരാട്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോരാടുക. അത്രേ നിനക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ, അത്രേ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഭീഷ്മർ പറഞ്ഞു. ഉടനെ തന്നെ ദുര്യോധനൻ തിരിച്ച് പോരാടാൻ തുടങ്ങി. അങ്ങനെ യുദ്ധഭൂമിയിൽ വീണ്ടും ഭീഷ്മരുടെ പ്രകടനം അങ്ങോട്ട് തുടങ്ങുകയാണ്. ഭീഷ്മരുടെ ഈ ഒരു പോരാട്ടം കണ്ടുടനെ തന്നെ യുധിഷ്ഠിരൻ തൻ്റെ ഭാഗത്തുള്ള ക്ഷത്രിയരെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭീഷ്മരെ നേരിടുക, എല്ലാവരും ഭീഷ്മരെ മാത്രം ഫോക്കസ് ചെയ്യുക, എല്ലാവരും കൂട്ടത്തോടെ ഭീഷ്മരെ ആക്രമിക്കുക എന്ന് യുധിഷ്ഠിരൻ ഉത്തരവ് കൊടുത്തു. യുധിഷ്ഠിരൻ്റെ ഉത്തരവ് മാനിച്ചുകൊണ്ട് എല്ലാവരും ഭീഷ്മർക്ക് നേരെ പോയി. ഈ സമയത്ത് പാണ്ഡവ സേനയിലെ മുഖ്യ യോദ്ധാക്കൾക്കിടയിൽ ഒരു 3 ഡിവിഷൻ ഉണ്ടായി. ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സാത്യകി, ഇവർ 3 പേരും കൂടെ ഭീഷ്മരെ ലക്ഷ്യമാക്കിപ്പോയി. അർജുനൻ, ഉപപാണ്ഡവർ 5 പേരും പിന്നെ ചേകിദാനും കൂടെ ചേർന്ന് കൗരവപക്ഷത്തിലുള്ള മറ്റുള്ള രാജാക്കന്മാരെ എല്ലാം ആക്രമിച്ച് വീഴ്ത്തി തുടങ്ങി. അടുത്തത് ഘടോൽകചൻ, അഭിമന്യു, ഭീമസേനൻ. ഇവർ 3 പേരും കൂടെ, അതായത് പവർ ഹൗസുകൾ 3 പേരും കൂടെ കൗരവ സൈന്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് മുടിച്ചു തുടങ്ങി. എന്താ പറയുക, ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് പൊളിച്ചു തുടങ്ങിയെന്ന് പറയുന്നില്ലേ, അതുപോലെ ഒരു ഭാഗത്തു നിന്ന് ഒരു 3 പേരും അങ്ങോട്ട് തകർത്തു തുടങ്ങി. അവിടെ അവരുടെ വിലാപമുറക്കെ കേൾക്കാം. എന്നാൽ ഈ സമയത്ത് ദ്രോണാചാര്യർ വെറുതെ വിടുവോ? ദ്രോണര് മനുഷ്യരൂപത്തിലുള്ള ബ്രഹ്മാസ്ത്രം പാണ്ഡവ സൈന്യത്തിലേക്ക് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതായിരുന്നു ദ്രോണര് ചെയ്തുകൊണ്ടിരുന്നത്. ദ്രോണര് പാണ്ഡവ സൈന്യത്തിലേക്ക് ഇടിച്ചു കയറി. ദ്രോണരുടെ ആ രഥം പാണ്ഡവ സൈന്യത്തിനുള്ളിൽ ഇങ്ങനെ വട്ടം ചുറ്റിയാണ്. പോകുന്ന സ്ഥലങ്ങളിൽ ദ്രോണരുടെ രഥത്തിൽ നിന്ന് 180 ഡിഗ്രിയിൽ ഇങ്ങനെ അസ്ത്രം പൊക്കോണ്ടിരിക്കുന്നു. അത്ര കൈവേഗത്തിൽ ദ്രോണർ ചെയ്യുന്നു. സഞ്ജയന്മാരെയും സോമകന്മാരെയും ദ്രോണരിങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ദ്രോണരുടെ ഞാണലിയും തേജസ് നിറഞ്ഞ ദ്രോണരുടെ ആ ഒരു രൂപവും പാണ്ഡവ സൈന്യത്തിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെ സോമകരും സഞ്ജയരും നിലവിളിക്കുന്ന ശബ്ദം അവിടെ എങ്ങും മുഴങ്ങുകയാണ്. ദ്രോണരുടെ അടുത്തോട്ട് വരുന്ന അസ്ത്രങ്ങളെല്ലാം ദ്രോണർ തന്നെ നശിപ്പിച്ച് കളയുന്നു. ആ അസ്ത്രങ്ങളിൽ ചിലത് അവരയക്കുന്ന അസ്ത്രങ്ങളുടെ നടുക്കൂടെ പിളർന്നു കയറിപ്പോയി അസ്ത്രം ഏതവനെ തന്നെ ദ്രോണർ വീഴ്ത്തുന്നു. അങ്ങനെ ഈ സമയത്ത് കൗരവപക്ഷത്തിലെ സൈനികരുടെ ഉറക്കെയുള്ള നിലവിളി ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. അവിടെ ഒരു മഹായോദ്ധാവിൻ്റെ ഗർജനവും കേൾക്കുന്നുണ്ട്. ഭീമനായിരുന്നു അത്. ഭീമൻ ആ സമയത്ത് ആ യുദ്ധഭൂമിക്ക് പ്രഹരങ്ങൾക്ക് മേൽ പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭീമൻ നിൽക്കുന്ന സ്ഥലത്തിന് 360 ഡിഗ്രി കൗരവ സൈന്യം മുഴുവനും ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്നു. ഭീമൻ്റെ രഥം അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത ആളുകളെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ പാണ്ഡവരും കൗരവരും പരസ്പരം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ എത്രത്തോളം പോരാട്ടങ്ങൾ അരങ്ങേറുന്നുണ്ടെങ്കിലും ഭീമൻ്റെ പോരാട്ടമായിരുന്നു അതിഭയാനകമായി നിന്നത്. കാരണം ഭീമൻ അത്രത്തോളം ക്രോധത്തോടെയാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ 8 പേരെ തീർത്തതിൻ്റെ ആ ഒരു പോർവറി ഭീമനിൽ ഇപ്പോൾ കയറി നിൽക്കുന്നുണ്ട്. ഭീമൻ അസ്ത്രം കൊണ്ട് കൗരവപക്ഷത്തിൻ്റെ ഗജസൈന്യത്തിനെ ഒന്നൊന്നായി വീഴ്ത്തി തുടങ്ങി. ഭീമൻ്റെ അസ്ത്രങ്ങൾ ഗജസൈന്യങ്ങളുടെ മർമ്മം തന്നെ പിളർന്ന് ആ ഗജസൈന്യങ്ങളെ വീഴ്ത്തി. അങ്ങനെ ആനകളവിടെ ചരിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നകുല സഹദേവന്മാർ അവർ അശ്വസേനയിലോട്ടാണ് കയറിയത്. ആ കൗരവപക്ഷത്തിലുള്ള കുതിരപ്പടയാളികളിലേക്ക് കയറി അവർ കുതിരപ്പടയാളികളെ നശിപ്പിക്കാൻ തുടങ്ങി. കുതിരപ്പടയാളികൾക്ക് മുകളിൽ വാളുമായിട്ടൊക്കെയാണ് അവരിയ്ക്കുന്നത്. അവരെ എല്ലാവരെയും നകുല സഹദേവന്മാർ അവരുടെ പോരാട്ട വീര്യത്തിൽ നശിപ്പിക്കുകയാണ്. നകുല സഹദേവന്മാരുടെ പ്രഹരത്തിൽ കൗരവ സൈന്യത്തിലെ അതിമനോഹരമായിട്ടുള്ള ലക്ഷണമൊത്ത കുതിരകളെല്ലാം വീണുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല, അർജുനനും കയറി കൗരവപക്ഷത്തിൻ്റെ ഒരു ഭാഗത്തേക്ക്. അവിടുത്തെ കുതിരപ്പടയാളികളെ അർജുനനും വീഴ്ത്തി തുടങ്ങി. എത്രത്തോളം കൗരവർ പാണ്ഡവരെ പ്രഹരിക്കുന്നുവോ അതുപോലെ പാണ്ഡവർ കൗരവരെയും പ്രഹരിക്കുന്നു. ഈ സമയത്ത് ശകുനിയും അതുപോലെ കൃതവർമാകും കൂടെ ചേർന്നിട്ട് പാണ്ഡവരുടെ മറ്റൊരു സൈന്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആക്രമണം തുടങ്ങി. എന്നാൽ അവിടെ ലക്ഷണമൊത്ത ഒരു രഥമെത്തുന്നു, ലക്ഷണമൊത്ത ഒരു യോദ്ധാവെത്തുന്നു. അതൊരു മനുഷ്യനായിട്ടുള്ള യോദ്ധാവല്ല, അമാനുഷികമായിട്ടുള്ളൊരു യോദ്ധാവാണെന്ന് കണ്ടാലറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ ലക്ഷണമൊത്ത ഒരുപാട് കുതിരകളുണ്ട്. ആ കുതിരകളെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഏറ്റവും ഉത്തമമായ കുതിരകളെ കിട്ടുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന കുതിര സൈന്യമാണതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അത്രത്തോളം ശക്തമായ പേശികളാണ് ആ കുതിരകൾക്കുണ്ടായിരുന്നത്. അരട്ട, മാഹി, സിന്ധു ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അതിശക്തമായിട്ടുള്ള ബഹുനിറത്തിലുള്ള കുതിരകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള കുതിരകളുണ്ടായിരുന്നു. ആ കുതിരകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിരകൾക്ക് മേൽ ലക്ഷണമൊത്ത യോദ്ധാക്കളും ഉണ്ടായിരുന്നു. ആ യോദ്ധാക്കളുമായിട്ട് വരുന്ന ആ മഹായോദ്ധാവ് മറ്റാരുമല്ല, അർജുനപുത്രനായിട്ടുള്ള ഇരവാനായിരുന്നു. ഇരവാൻ്റെ നേതൃത്വത്തിലുള്ള സൈനികർ അവിടെ വന്നിട്ടുള്ള സർവത്ര കൗരവ സൈനികരെയും നല്ലതുപോലെ പ്രതിരോധിച്ചു തുടങ്ങി. ഇവിടെ
ഇരവാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇരവാൻ്റെ ജനനം, ഇരവാൻ്റെ ബാക്ക് സ്റ്റോറി ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയുന്നുണ്ട്. അതിപ്പോൾ പറയണോ അതോ ഈ കുരുക്ഷേത്രം സീരീസ് കഴിഞ്ഞിട്ട് ഇരവാൻ അതുപോലെ കൗരവ പാണ്ഡവരുടെ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചൊരു സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞാൽ മതിയോ? ഇപ്പോൾ പറയണമെങ്കിൽ അടുത്ത എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ വല്ലതും പറയാം, അതോ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരിക്കൽ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരിക്കൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. അങ്ങനെ ഭയാനകമായിട്ടുള്ള പോരാട്ടം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അർജുനപുത്രനായിട്ടുള്ള ഇരവാൻ്റെ നേതൃത്വത്തിലുള്ള നാഗസൈന്യവും അതുപോലെ തന്നെ ലക്ഷണമൊത്ത കുതിരകളുടെ സൈന്യവും കൂടെ കൗരവപക്ഷത്തിലുള്ള ആ കുതിര സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. ഈ കുതിര സൈന്യം പരസ്പരം ആക്രമിച്ചപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന കൗരവ പാണ്ഡവ സൈനികർ അവർ കയ്യിൽ വാളായിരിക്കുമല്ലോ പിടിച്ചേക്കുന്നത്. അങ്ങനെ ആ വാളുകൾ കൊണ്ട് പരസ്പരം അവർ പ്രഹരിക്കുകയാണ്. അങ്ങനെ ഈ കുതിര സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് പതുക്കെ ഇരുപക്ഷത്തിലുള്ള സൈന്യങ്ങളും വീണു തുടങ്ങുകയാണ്. എന്തു തന്നെയാണെങ്കിലും ഇരവാനും സൈന്യവും അന്ന് അവിടെ കാണിച്ചത് അമാനുഷികമായിട്ടുള്ള പോരാട്ടമാണ്. തീർന്നില്ല, ഇരവാൻ്റെ അമാനുഷികമായിട്ടുള്ള പോരാട്ടം വരാൻ പോണതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ കൗരവരുടെ ആ ഒരു കുതിര സൈന്യത്തിനുള്ളിൽ നിന്ന് വളരെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ശക്തമായ കുതിരപ്പുറത്ത് ഒറ്റ നോട്ടത്തിൽ തികഞ്ഞ പോരാളികളെന്ന് തോന്നിക്കുന്ന 6 യോദ്ധാക്കൾ കൗരവ സൈന്യത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊറ്റയ്ക്കല്ല, ഇവരുടെ പിന്നാലെ ശകുനിയുടെ ഗാന്ധാരദേശത്തെ സൈന്യമുണ്ട്. ആ സൈന്യം എന്ന് പറയുമ്പോൾ വെറും സൈന്യമല്ല, അവരുടെ തന്നെ ശക്തമായിട്ടുള്ള യോദ്ധാക്കളുള്ള സൈന്യവും. വന്ന 6 പേര് മറ്റാരുമല്ലായിരുന്നു, ശകുനിയുടെ 6 സഹോദരന്മാരായിരുന്നു. ആ 6 സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഗജൻ, ഗവക്ഷൻ, വൃഷകൻ, ചാർമവതൻ, ആർജവൻ, ശുഗൻ എന്നീ 5 പേരായിരുന്നു. ഇവർ 5 പേർ തങ്ങളുടെ സൈന്യവുമായിട്ട് പാണ്ഡവ പക്ഷത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. അവരുടെ കയ്യിൽ ഉടവാളുകളുണ്ട്. ആ ഉടവാളും വേലുമൊക്കെ ആയിട്ട് ഇവർ യുദ്ധഭൂമിയിലേക്ക് ഇരച്ചു കയറി പാണ്ഡവ പക്ഷത്തിനെ വീഴ്ത്തി തുടങ്ങി. അങ്ങനെ ഇവർ ഈ വരുന്ന വരവ് ഇരവാൻ കണ്ടു. ഇരവാൻ ഇത് കണ്ട ഉടനെ തന്നെ തൻ്റെ നാഗസൈന്യത്തിനോട്, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തോട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. നമ്മൾ എടുത്തേക്കുന്ന പ്രതിജ്ഞയും മറക്കരുത്. ഇന്ന് ധൃതരാഷ്ട്രപുത്രന്മാരെ വീഴ്ത്താൻ പറ്റുന്ന രീതിക്ക് അവരുടെ കൂടെയുള്ള ബന്ധുക്കളെയും അവരെ പിന്താങ്ങുന്ന ആളുകളെയും എത്രത്തോളം നമുക്ക് വീഴ്ത്താൻ പറ്റുമോ അത്രത്തോളം വീഴ്ത്തുക, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ചുരുക്കി പറയുകയാണെങ്കിൽ കയറി അടിക്കീനിട എന്ന് തന്നെയായിരുന്നു അതിൻ്റെ അർത്ഥം. അതവരതുപോലെ പാലിക്കുകയും ചെയ്തു. കൂട്ടമായിട്ട് ഇരവാൻ്റെ സൈന്യം ഗാന്ധാര സൈന്യത്തിലേക്ക് ഇടിച്ചു കയറി പരസ്പരം ഭയാനകമായിട്ടുള്ളൊരു പോരാട്ടം അങ്ങ് അരങ്ങേറി തുടങ്ങി. അങ്ങനെ ആ പോരാട്ടം അങ്ങനെ മുറുകിക്കൊണ്ടിരുന്നപ്പോൾ ഇരവാൻ്റെ പോർവീര്യം ശകുനിയുടെ സഹോദരന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചൊരു പരിപാടി ചെയ്തു. മൂർച്ച കൂടിയ വേലുകൾ ഓരോ ആളുകൾ ഓരോ കയ്യിലെടുത്തു. അങ്ങനെ അവർ 6 പേരും കൂടെ ഒരുമിച്ച് വളഞ്ഞ് ഇരവാൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ 6 വേലുകളും ഇരവാൻ്റെ ദേഹത്തേക്ക് തുളച്ചങ്ങ് കയറി. ഇരവാൻ അവിടെ മുഖമെല്ലാം ചുവന്ന് ദേഹമെല്ലാം ചുവന്ന് അവിടെ ഇങ്ങനെ തളർന്നങ്ങിരുന്നു, വില്ലും അങ്ങോട്ട് വെച്ചിട്ട്. അങ്ങനെ ഇരവാൻ ഇങ്ങനെ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇരവാൻ വീണു. ആ സന്തോഷത്തിൽ ശകുനിയുടെ സഹോദരന്മാർ അട്ടഹസിച്ചുകൊണ്ട് ഇരവാൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരുന്നപ്പോൾ ഇരവാൻ ഗർജിച്ചുകൊണ്ട് ചാടിയങ്ങ് എണീച്ചു. എന്നിട്ട് തൻ്റെ ദേഹത്തു നിന്ന് ഓരോ വേലുകൾ വലിച്ചൂരി അത് എറിഞ്ഞവന്മാർക്ക് നേരെ തിരിച്ചെറിഞ്ഞു. അങ്ങനെ ഇരവാൻ്റെ ദേഹത്തുള്ള 6 വേലുകളും വലിച്ചൂരി ഇരവാൻ ആ 6 പേർക്ക് നേരെ എറിഞ്ഞു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം കാണിച്ചു. എന്നിട്ട് ഇരവാൻ നല്ല മൂർച്ച കൂടിയൊരു വലിയ വാള് തൻ്റെ കയ്യിലെടുത്തു, ശക്തമായൊരു പരിച തൻ്റെ കയ്യിലെടുത്തു. എന്നിട്ട് ഭൂമിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ഓടി അങ്ങോട്ട് ഈ സൈന്യത്തിൻ്റെ ഇടയിലോട്ടങ്ങ് കയറുക. നാഗരാജകുമാരിയായ ഉരൂപിയുടെയും അർജുനൻ്റെയും പുത്രൻ്റെ വീര്യം അന്ന് യുദ്ധഭൂമി അറിഞ്ഞു. ഇരവാൻ തൻ്റെ വാൾ ചുഴറ്റുന്നതും അവിടെ നിശ്ചലമായി വീഴുന്ന ശരീരങ്ങളുമായിരുന്നു. അങ്ങനെ ഇവരൊരുമിച്ച് 6 പേരും കൂടെ ഇരവാനെ ആക്രമിച്ചപ്പോൾ ഇരവാനെ കിട്ടുന്നില്ല. ഇരവാൻ ഒഴിഞ്ഞു മാറുകയും ഭൂമിയിലൂടെ ഉരുണ്ടു പോവുകയും സ്ഥലം മാറി പ്രഹരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇവരൊരു കാര്യം തീരുമാനിച്ചു. 6 പേരും കൂടെ ഒരുമിച്ച് ഇരവാനെ പ്രഹരിക്കാനിറങ്ങി. ഇരവാന് നേരെ ഈ 6 പേര് വന്നപ്പോൾ ഇരവാൻ മാറി മാറി മിന്നൽ വേഗത്തിൽ 6 പേരുടെ വലങ്കൈകൾ ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ വാള് പിടിച്ചുകൊണ്ടുള്ള കൈകൾ നിലത്ത് വീണു. വീണ്ടും ചുരുട്ടിക്കൊണ്ട് അവരുടെ ഇടം കൈകളും കൂടെ ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ ശകുനിയുടെ 5 സഹോദരന്മാരെ ഇരവാൻ ഒറ്റയ്ക്കങ്ങ് വീഴ്ത്തി. 6ാമത്തെ സഹോദരനായിട്ടുള്ള വൃഷകൻ ദേഹത്ത് മുറിവോടുകൂടി അവിടെ ഉള്ള ഉയരം കൊണ്ട് ഓടിയത്. ഇരവാൻ്റെ ഈ പോരാട്ടം കണ്ടിട്ട് ദുര്യോധനൻ ഉടനെ തന്നെ ബുദ്ധി പ്രയോഗിച്ചു. അലംബുഷനെ വിളിച്ചു. രാക്ഷസനായ അലംബുഷനെ അടുത്ത് വിളിച്ചിട്ട്
ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു, ഈ അലംബുഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ രാക്ഷസന്മാർക്ക് സത്യം പറഞ്ഞാൽ ഭീമനെ കണ്ടുകൂടാ. കാരണം ഭീമസേനൻ ഒരുപാട് രാക്ഷസന്മാരെ പഞ്ഞി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് രാക്ഷസന്മാരെ ഭീമൻ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീമനെ ഈ രാക്ഷസന്മാർക്ക് കലിപ്പാണ്, സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. അങ്ങനെ ഈ രാക്ഷസനെ അലംബുഷനെ അടുത്ത് വിളിച്ചിട്ട് ദുര്യോധനൻ പറഞ്ഞു, അർജുനൻ്റെ മോൻ്റെ പ്രകടനം നീ കണ്ടോ? അവൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിനക്ക് മായാപ്രയോഗമൊക്കെ വശമുള്ളതല്ലേ? നിൻ്റെ ശക്തി അവന് മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയത്തില്ലേ? ചെല്ല്. പാർത്ഥൻ അർജുനനെ നിനക്ക് കണ്ടേ കൂടല്ലോ, ഭീമനെ നിനക്ക് കണ്ടേ കൂടല്ലോ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ കിട്ടിയ അവസരം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഉടനെ തന്നെ ഈ രാക്ഷസന്മാർ അതിഭയാനകമായിട്ടുള്ള അവരുടെ വാഹനങ്ങളെടുത്ത് കുതിരകളെയെല്ലാം എടുത്തിട്ട് അതിന് മുകളിൽ കയറി ആയുധങ്ങളെല്ലാം സജ്ജമാക്കി, എല്ലാവരുടെ കയ്യിലും വില്ലും മൂർച്ച കൂടിയ വേലുകളുമെല്ലാം ഇവർ ദേഹത്തോട്ട് ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് ഇരവാന് നേരെ സഞ്ചരിച്ചു. ഇരവാൻ അവരെ പോരാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ രാക്ഷസന്മാരുടെ ഗർജനം കേട്ട് ഇരവാൻ തിരിഞ്ഞു. ഇരവാൻ അവിടെ മുരൾച്ചയുള്ള ശബ്ദത്തോടു കൂടി ഒരു എന്താ പറയുക, ഒരു സർപ്പത്തിൻ്റെ വെറിയോടുകൂടി ഇരവാൻ ഇങ്ങനെ വാളും കൊണ്ട് അവരെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിന്നു. എന്നിട്ട് ഇരവാൻ തൻ്റെ സൈന്യവുമായിട്ട് ഈ വരുന്ന രാക്ഷസ സൈന്യത്തിന് അത്രയും വീഴ്ത്തി. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഈ രാക്ഷസന്മാരെല്ലാം വീഴുന്ന കണ്ടുടനെ അലംബുഷൻ മായാപ്രയോഗം തുടങ്ങി. നിങ്ങൾ ഇതുവരെ കണ്ടതുപോലത്തെ ഒരു പോരാട്ടമല്ല ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള, ഇതുവരെ കണ്ടതിനെക്കാട്ടിയും കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു പോരാട്ടമാണ് ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഒരു മായാപ്രയോഗം അങ്ങോട്ട് തുടങ്ങി. ഇരവാനും സൈന്യവും നോക്കി നിൽക്കവേ അവരുടെ ചുറ്റിൽ കറുപ്പും ചാരനിറത്തിലുമുള്ള പുകകൾ കൊണ്ട് മൂടി. യുദ്ധഭൂമിയിലൊരു വല്ലാത്ത ശബ്ദം, ഇരയ്ക്കുന്ന ശബ്ദം. പുകകളിൽ നിന്ന് 1000ഉം 2000ഉം ഭയാനകമായി തോന്നിക്കുന്ന കുതിരകളിങ്ങനെ അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. കുതിരപ്പുറത്ത് ഭീകരരൂപികളായ രാക്ഷസന്മാർ ആയുധവുമേന്തി. ഇരവാൻ്റെ സൈന്യം ഇരവാൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ഫോമിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിന്നിട്ട് ഇവരൊരുമിച്ച് ആയിരക്കണക്കിനുള്ള ആ ഒരു രാക്ഷസ സൈന്യത്തിനിടയിലേക്ക് ഇരച്ചു കയറി. മായാപ്രയോഗത്തിനുള്ള സൈനികർ ഇരവാൻ്റെ സൈന്യത്തിനെയും വീഴ്ത്തി, ഇരവാൻ്റെ സൈന്യം അവരെയും വീഴ്ത്തി. അങ്ങനെ പരസ്പരം പ്രഹരിച്ച് അവരുടെ എണ്ണം തീരാറായപ്പോഴത്തേക്കും സ്വയം അലംബുഷൻ തന്നെ ഇരവാനുമായിട്ട് പോരാടാൻ ഒരുങ്ങി. അങ്ങനെ അലംബുഷനും ഇരവാനുമിടയിൽ ഭയാനകമായിട്ടുള്ള ഒരു പോരാട്ടം, അന്നേ വരെ കുരുക്ഷേത്ര ഭൂമി കണ്ടിട്ടില്ലാത്ത ഒരു പോരാട്ടമെന്ന് തുടങ്ങി. അലംബുഷൻ ഒരു വലിയ വാളെടുത്തുകൊണ്ട് ഇരവാന് നേരെ വന്ന ഓർമ്മ മാത്രമേ അലംബുഷനുള്ളൂ. ഇരവാൻ എന്താ പറയുക, വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു യോദ്ധാവിൻ്റെ മെയ്വഴക്കത്തോടുകൂടി കറങ്ങിത്തിരിഞ്ഞ് ആ വാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ വാളിനെ ഇരവാൻ മുറിച്ചെന്ന് കളഞ്ഞു. എന്നിട്ട് തൻ്റെ ശക്തമായ വാള് ചുഴറ്റി അലംബുഷൻ്റെ പരിചയം 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചെന്നിട്ടു. എന്നിട്ട് ചുഴറ്റി ഇരവാൻ അലംബുഷൻ്റെ നേരെ ഇങ്ങനെ വട്ടം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അലംബുഷൻ തൻ്റെ വില്ലെടുത്തപ്പോഴത്തേക്കും അതിനുള്ളിൽ ഇരവാൻ ആ വില്ലും മുറിച്ച് കളഞ്ഞു. ഉടനെ തന്നെ അലംബുഷൻ തൻ്റെ സൈന്യങ്ങളിൽ കുറേ പേര് വീണു, ആയുധങ്ങളും നഷ്ടമായി. ഉടനെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നങ്ങ് പൊങ്ങി. എല്ലാവരും അന്തം വിട്ട് അലംബുഷൻ ആകാശത്തിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോണത് കണ്ടു. എന്നിട്ട് മായാപ്രയോഗങ്ങൾ തുടങ്ങിയിട്ട് ആ മായാപ്രയോഗങ്ങൾ കൊണ്ട് ഇരവാനെ പ്രഹരിക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കി നിൽക്കവേ ഇരവാൻ്റെ ഒരു 1.5 കിൻഡൽ മാസങ്ങ് തുടങ്ങി. എന്താണ്? ഇരവാൻ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പൊങ്ങി അങ്ങ് പോയി. എന്നിട്ട് ഇരവാൻ മായാപ്രയോഗം അങ്ങ് തുടങ്ങി. ഇരവാൻ തൻ്റെ മായ കൊണ്ട് അലംബുഷനെ പ്രഹരിക്കുന്നു, അലംബുഷൻ തൻ്റെ മായ കൊണ്ട് ഇരവാനെ പ്രഹരിക്കുന്നു. രാക്ഷസന്മാരുടെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനമാണ് ഈ ഒരു ഇരവാൻ അങ്ങനെ തൻ്റെ മായാപ്രയോഗങ്ങൾ കൊണ്ടിട്ട് അലംബുഷൻ്റെ മർമ്മങ്ങളെല്ലാം മനസ്സിലാക്കി കയ്യിലൊരു വില്ലിങ്ങനെ വരുത്തി. എന്നിട്ട് അസ്ത്രങ്ങൾ അലംബുഷൻ്റെ മർമ്മഭാഗങ്ങൾ, അതായത് ആന്തരിക അവയവങ്ങളിൽ തുളയ്ക്കുന്ന രീതിക്ക് അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ അലംബുഷൻ എന്ന രാക്ഷസൻ്റെ ആന്തരിക അവയവങ്ങളിൽ തുളച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് വേദന സഹിക്കാൻ വയ്യാതെ നിലത്തേക്ക് പോയി. ഇരവാനും താഴോട്ട് പോയി. അങ്ങനെ ഇപ്പോൾ ചുറ്റിനും ആളുകൾ നിൽക്കുകയാണ്. ഇപ്പോൾ ചുറ്റിനും പച്ച പുകയും അതുപോലെ ഈ ഒരു ചാരനിറത്തിലുള്ള പുകയും കൊണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞേക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും നോക്കി നിൽക്കവേ ഈ ചാരനിറത്തിലെ പുകയായി മൊത്തം. അങ്ങനെ പച്ചയും ചാരവും കൂടെ ചേർന്നൊരു പുകയായി മൊത്തവും. അങ്ങനെ ഇവർ ഈ ആക്രമണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലംബുഷൻ വേദനയെല്ലാം മറന്നിട്ട് വീണ്ടും ഇരവാന് നേരെ അലറിക്കൊണ്ട് പോയപ്പോൾ ഇപ്പം ഇരവാൻ കയ്യിലെടുത്തു യുദ്ധപരശു എന്ന് പറയുമ്പോൾ പോരാട്ടത്തിന് കൊണ്ടുപോകണ കോടാലിയാണ്. ഇതിനൊരു തലയല്ല 2 തലയായിരിക്കും ഈ പോരാട്ടത്തിന് കൊണ്ടുപോകണ പരശു. ഈ കോടാലി പോരാട്ടത്തിന് ഉപയോഗിക്കുന്ന കോടാലി എന്ന് പറയുമ്പോഴത്തേക്കും വാളിനും ഗദയിലും ഇടയിലുള്ളൊരു സംഭവമാണ്. അത് വെച്ച്
ഇരവാൻ മരം വെട്ടുന്നത് പോലെ അലംബുഷനെ വെട്ടിത്തുടങ്ങി. അലംബുഷന് റിയാക്ട് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇരവാൻ വെട്ടിയിട്ട് അലംബുഷൻ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് അതിവേഗത്തിൽ കറങ്ങി അലംബുഷൻ്റെ പിറകെ പോയിട്ട് അവിടെ പ്രഹരിക്കുന്നു ഇരവാൻ. എന്നിട്ട് കാലിങ്ങനെ പൊക്കി ചവിട്ടാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അതിന് മുകളിൽ കൂടെ മലക്കം മറിഞ്ഞ് മറ്റേ കാലിൽ വെട്ടുന്നു. അങ്ങനെ അലംബുഷൻ്റെ ദേഹത്ത് ഇരവാൻ്റെ കോടാലി കൊണ്ടുള്ള പ്രഹരം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള മുറിവുകളുണ്ടായി. ഒരു രാക്ഷസൻ്റെ ദേഹത്ത് ഉണ്ടാകാൻ സാധ്യത കുറവുള്ള രീതിക്ക് മുറിവുകളുണ്ടായി. എന്നുവെച്ചാൽ രണ്ട് പക്ഷത്തും ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ആ ഒരു സമയത്താണ് ഇരവാൻ്റെയും അലംബുഷൻ്റെയും ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അലംബുഷനും ഇരവാനും ഈ ഒരു ഭീമരൂപികളായിട്ട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇരവാൻ്റെ ഭാഗത്ത് നിന്ന് ഇരവാൻ്റെ കൂടെയുള്ള ബന്ധുക്കൾ, ഇരവാൻ്റെ നാഗസൈന്യം നാഗങ്ങളെ രൂപം എടുത്തുകൊണ്ട് പെട്ടെന്ന് അലംബുഷൻ്റെ സൈന്യത്തിന് നേരെ ചാടി വീണു. കുറേ പേർ അലംബുഷന് നേരെ ചാടി. അവരെല്ലാവരും നാഗരൂപങ്ങളിലായിട്ട് അലംബുഷനെയും ഇങ്ങനെ ആക്രമിക്കുന്നു, അലംബുഷൻ്റെ കൂടെയുള്ളവരെയും ആക്രമിക്കുന്നു. ഉടനെ അലംബുഷനൊരു ഐഡിയ വന്നു. ഈ ഒരു ഭീമാകാര രാക്ഷസ രൂപത്തിൽ അലംബുഷൻ പെട്ടെന്ന് ഒരു കറുത്ത പുക വന്നിട്ട് അലംബുഷൻ ഗരുഡൻ്റെ രൂപത്തിലായി. എന്നിട്ടൊരു വലിയ പരുന്തിൻ്റെ രൂപത്തിലായിട്ട് പറന്ന് അവിടെയുള്ള സകലമാന നാഗങ്ങളെയും അലംബുഷൻ വധിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സമയത്ത് ഇരവാൻ തൻ്റെ ബന്ധുജനങ്ങളും കൂടെയുള്ളവരുമെല്ലാം ഇങ്ങനെ ഒരു പരുന്ത് വന്നിങ്ങനെ ഗരുഡൻ വന്നിങ്ങനെ റാഞ്ചി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇത് എന്താ ഇങ്ങനെ ഒരു നമ്മൾ അന്തം വിട്ടു പോകത്തില്ല. അങ്ങനെ ഇരവാനായ ഗ്യാപ്പിൽ ആ ഒരു ഗരുഡൻ പോയ വഴിയിൽ നിന്ന് അലംബുഷൻ ചാടിയൊരു വാള് കൊണ്ടിങ്ങനെ ഇരവാൻ്റെ നേരെ ഒരു ഒറ്റ വീശായിരുന്നു. ആ പച്ചയും കറുപ്പും കൂടെ നിറഞ്ഞ ആ പുകയുള്ള ഭാഗത്ത് അലംബുഷൻ ചാടി ഇങ്ങനെ ഒരു ഒറ്റ വാള് കൊണ്ട് വീശുന്നതാണ് ഇരവാനും കൂടെയുള്ളവരെ കണ്ടത്. നിശബ്ദത. ആ പുകയിൽ നിന്ന് ഇരവാൻ്റെ തല ഇങ്ങനെ കറങ്ങി നിലത്തങ്ങ് വീണു. ഇരവാൻ്റെ ശരീരം ഭൂമിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇരവാൻ ധരിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം ആ വീഴ്ചയിൽ സൂര്യ വെളിച്ചം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ഇരവാൻ്റെ ശരീരം ഭൂമിയിൽ പ്രഹരിച്ച ആ സമയത്ത് ഇരവാനേ എന്നൊരു വിളി അങ്ങ് കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഘടോൽകചനായിരുന്നു. ഘടോൽകചന് സഹിച്ചില്ല ഇരവാൻ വീണത് കണ്ടത്. പാണ്ഡവരുടെ മക്കളിൽ ആദ്യത്തെ ആളാണ് വീണിരിക്കുന്നത്. ഘടോൽകചൻ്റെ അനുജൻ, ഘടോൽകചൻ്റെ ഇളയച്ചൻ്റെ മകനാണ് വീണിരിക്കുന്നത്. ഘടോൽകചൻ ഇരവാനേ എന്നും പറഞ്ഞ് അലറി അങ്ങ് വിളിച്ച് കരഞ്ഞു. ഘടോൽകചൻ്റെ ആ ഒരു അലർച്ച കൗരവ യുദ്ധഭൂമിയല്ല പ്രകമ്പനം കൊള്ളിച്ചത്. ഈ സമയത്ത് അർജുനൻ ഇതൊന്നും അറിയുന്നില്ല. അർജുനൻ്റെ നെഞ്ച് ആ സമയത്തൊന്നും പെടഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഇതൊന്നും അറിയാതെ അർജുനൻ അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധഭൂമിയുടെ മറ്റൊരു സ്ഥലത്ത് അർജുനൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഘടോൽകചൻ്റെ ഈ ഒരു ഗർജനം കാടുകളെ കുലുക്കി, ആകാശം കുലുക്കി, സമുദ്രത്തെ കുലുക്കി. അങ്ങനെ അലറി വിളിച്ചു. അത്രത്തോളം വിഷമം ഘടോൽകചന്. അലറി വിളിച്ചുകൊണ്ട് ഇരവാനെ തീർത്ത അലംബുഷൻ്റെ മുഖത്തേക്ക് ഘടോൽകചൻ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്താണ്, നിനക്കുള്ള പരിപ്പുവടയും ചായയും ഞാൻ എടുക്കുന്നുണ്ടടാ എന്നുള്ള രീതിക്കൊരു നോട്ടം അലംബുഷനെ ഘടോൽകചൻ നല്ലതുപോലെ നോക്കുന്നു. ഘടോൽകചൻ ഉടനെ ദേഷ്യത്തോടുകൂടി അലറി വിളിച്ചുകൊണ്ട് തൻ്റെ അനുജനെ വധിച്ച അലംബുഷനെ അങ്ങോട്ട് അയച്ചതാരാണ്? ദുര്യോധനൻ. ഒന്നുകൂടെ ഇരവാനെ നോക്കിയിട്ട് പതുക്കെ ദുര്യോധനന് നേരെ ഘടോൽകചൻ മുഖം തിരിച്ചു. ദുര്യോധനൻ ആയുധവും എടുത്ത് സജ്ജമായി നിൽക്കുന്നു. ഘടോൽകചൻ ഗർജിച്ചു. ദുര്യോധനൻ രഥവുമായിട്ട് അങ്ങോട്ട് പോകുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടമാണുള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള പോരാട്ടങ്ങൾ, അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പല എപ്പിസോഡുകളായിട്ട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെ പോലെ പെട്ടെന്ന് തീരുന്ന ദിവസങ്ങളല്ല, ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ